നാളെ ഫിസിക്കൽ ടാസ്കിനിടെ നിയമങ്ങൾ പാലിക്കാതെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തതിനും ജിൻഡോയ്ക്ക് യെല്ലോ കാർഡ് കൊടുക്കും. അതായിരിക്കും ഫസ്റ്റ് പ്രൊമോ ആയിട്ട് പുറത്തു വരാം. ഇത് ഞാൻ പറയുന്നല്ല കേട്ടോ, നാദ്ര മെഹറിൻ്റെ ചാനലിൽ നാദ്ര പുറത്തുവിട്ട ന്യൂസാണ്. ഇതുവരെ നാദ്ര പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ശരിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം നാദ്രയ്ക്ക് ഉള്ളിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. 100% ഷുവറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നാദ്ര പറയാറുള്ളൂ. ഏകദേശം ഷുവറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നാദ്ര പുറത്ത് വിടാറുള്ളൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അടുത്തവരുടെ ടാർഗറ്റ് ജിൻഡോ തന്നെ ആയിരിക്കും. കാരണം കണ്ണിലെ കരടായിട്ട് ഇപ്പം നിൽക്കുന്നത് ജിൻഡോ ആണ്, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ജിൻഡോ ആണ്. അപ്പോൾ ജിൻഡോനെ കൂടെ അടിച്ചൊരു ഭാഗത്ത് ഒതുക്കിയിരുത്തണം. സോ ജിൻഡോയ്ക്കാണ് യെല്ലോ കാർഡ് എന്നാണ് പറയുന്നത്. നാളത്തെ പ്രൊമോ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയും. എന്തായാലും ഏകദേശം പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് നാളെ ജിൻഡോനെ റോസ്റ്റ് ചെയ്യുന്നത്. അത് യെല്ലോ കാർഡ് വരെ എത്തുമോ എന്ന് കേട്ട് ഞാൻ പോലും വന്ദിച്ചു പോയി. കാരണം ജിൻഡോ അതിന് ഭാഗത്തിനൊന്നും ചെയ്തിട്ടില്ല. പോരാത്തതിന് ദ ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് വളരെ തെളിവ് സഹിതം ഇന്നലെ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ച് ജിൻഡോ അല്ല എന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന രംഗം കണ്ടറിയും ജിൻഡോൻ്റെ കൈ അല്ല ശരണ്യയുടെ മുടിയുടെ അടുത്ത് കാണുന്നത്, ജിൻഡോൻ്റെ കൈയാണ്. ഇടയിലൂടെ കയറി വരുന്നത് ഗബ്രിയാണ്. ഗബ്രിയാണോ മുടി പിടിച്ച് വലിക്കണമെന്ന് അറിയില്ല. പക്ഷേ ഗബ്രി എന്തോ വലിച്ചിട്ട് പുറകോട്ട് പോകണമെന്ന് നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ജിൻഡോ അല്ല നമുക്ക് 100% ഉറപ്പിക്കാം. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് നാളെ ജിൻഡോയ്ക്ക് സിബിന് കിട്ടിയ പോലെ തന്നെ റോസ്റ്റിംഗ് കിട്ടാനും പോവുകയാണ്. യെല്ലോ കാർഡും കൂടെ കൊടുത്ത് ജിൻഡോയിലെ കൂടെ മുക്കിലിരുത്താൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോളൂ, നാളെ എന്നാൽ നിരാശപ്പെടേണ്ടി വരില്ല. അതിൻ്റെ കൂടെ തന്നെ ജാസ്മിൻ ഒരു ആശ്വാസവാക്കും പ്രതീക്ഷിക്കാം നമുക്ക്. കാരണം ഇന്ന് ജയിലിലൊക്കെ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലോ അല്ലേ. അപ്പോൾ അതിനൊരു ആശ്വാസവും ബൂസ്റ്റിങ്ങും ഒക്കെ ഉണ്ടാവും. എന്നാലേ അടുത്ത ആഴ്ച ജാസ്മിൻ്റേതായ കളികളും ഗബ്രിയുടേതായ കളികളും പൂർവാധികം ശക്തിയോടെ അവർക്ക് കളിക്കാൻ പറ്റുള്ളൂ. എന്ത് പറയാനാണ്, ഷോ ഡയറക്ടർ ചെയ്യുന്നതെല്ലാം ഓഡിയൻസിൻ്റെ പൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അവരെന്തോ ഓഡിയൻസിനോട് ദേഷ്യം തീർക്കുന്ന മാതിരിയാണ് അയാൾ ഓരോ വീക്കെൻഡ് എപ്പിസോഡും പ്ലാൻ ചെയ്യുന്നത്. ആരൊക്കെയാണ് ഓഡിയൻസ് സപ്പോർട്ട് കൂടുതൽ അവരെ ഇട്ട് അറഞ്ചാം പുറഞ്ചാം അടിച്ച് വായിൽ സിപ്പിട്ട് മുക്കിലിരുത്തുക. അതാണ് ഷോ ഡയറക്ടറുടെ മെയിൻ എയിം. എന്തായാലും നടക്കട്ടെ.